ഇ റൈസ് ടു സെറ്റ് ഈസ് 1 പ്ലസ് സെഡ് ബൈ 1 ഫാക്ടോറിയൽ മീൻസ് സെറ്റിൻ്റെ സ്ഥാനത്തുള്ള ശ്രദ്ധിക്കണം 1 ബൈ സെഡ് പ്ലസ് ഐ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് 1 ബൈ സെഡ് പ്ലസ് ഐ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് 1 ബൈ സെഡ് പ്ലസ് ഐ ഹോൾ ക്യൂബ് ബൈ നമ്മുടെ ഇ റൈസ് ടു സെഡിൻ്റെ ഫോർമുല ഓർമ്മയില്ലേ 1 പ്ലസ് സെഡ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് 1 സെഡ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് സെഡ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ആ സാധനം തന്നെ ദാറ്റ് ഈക്വൽസ് സെഡ് പ്ലസ് ഐ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് നമുക്കറിയാലോ അത് നേരെ ഡിനോമിനേറ്ററിൻ്റെ വശത്തേക്ക് പോകും അല്ലേ. അപ്പോൾ 1 ബൈ 1 ഫാക്ടോറിയൽ എഴുതാം നമുക്ക് സൗകര്യത്തിന് സെഡ് പ്ലസ് ഐ പ്ലസ് 1 ബൈ 2 ഫാക്ടോറിയലിൻ്റെ കൂടെ 1 ബൈ സെഡ് പ്ലസ് ഐ ഹോൾ സ്ക്വയർ. രണ്ട് പേർക്കും സ്ക്വയർ എടുക്കുക എന്ന് പറഞ്ഞാൽ മുകളിൽ 1 ആയതുകൊണ്ടാണ് പ്രത്യേകിച്ച് അതിനെ ശ്രദ്ധിക്കാത്തത്. 1ൻ്റെ എന്ത് വെറും 1 തന്നെയാണല്ലോ. പ്ലസ് 1 ബൈ 3 ഫാക്ടോറിയലിൻ്റെ കൂടെ 1 ബൈ സെഡ് പ്ലസ് ഐ ഹോൾ ക്യൂബ് അല്ലേ പ്ലസ് എക്സെട്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇവിടെ അൾട്ടിമേറ്റായിട്ട് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ സെഡ് പ്ലസ് ഐ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 എന്താവും സെഡ് പ്ലസ് ഐ ഹോൾ സ്ക്വയർ തന്നെ ആവും. നെക്സ്റ്റ് പ്ലസ് ഇവിടെയും സെഡ് പ്ലസ് ഐ ഹോൾ സ്ക്വയർ, ഇവിടെ സെഡ് പ്ലസ് ഐ, ഒരു സെഡ് പ്ലസ് ഐ ഇവിടെയും വെട്ടിപ്പോവും. അതായത് ഈ ടേമിനെ സെക്കൻഡ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക 1 ബൈ 1 ഫാക്ടോറിയലിൻ്റെ കൂടെ വരുന്നത് മുകളിൽ സെഡ് പ്ലസ് ഐ ആണ്, ന്യൂമറേറ്ററിൽ സെഡ് പ്ലസ് ഐ ആണ് അല്ലേ. നെക്സ്റ്റ് 1 ബൈ 2 ഫാക്ടോറിയലിൽ സെഡ് പ്ലസ് ഐ ഹോൾ സ്ക്വയറും സെഡ് പ്ലസ് ഐ ഹോൾ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയാൽ പിന്നെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ 1 ബൈ 2 ഫാക്ടോറിയൽ എന്ന കോൺസ്റ്റൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പ്ലസ് നെക്സ്റ്റ് 1 ബൈ 3 ഫാക്ടോറിയൽ കൂടാരുണ്ടാവും സെഡ് പ്ലസ് ഐ ഹോൾ സ്ക്വയറും സെഡ് പ്ലസ് ഐ ഹോൾ ക്യൂബിൽ ഒരു സ്ക്വയർ വെട്ടിപ്പോയാൽ 1 ബൈ സെഡ് പ്ലസ് ഐ. കറക്റ്റ് അല്ലേ. ഇനി ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ അടുത്ത ടൈം 1-2 ടൈം കൂടെ എഴുതി വയ്ക്കിയാൽ അടുത്ത ടൈമിൽ സെഡ് പ്ലസ് ഐ ഹോൾ ക്യൂബ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, ഇത് അനാലിറ്റിക് പാർട്ടാണ് യെസ് ലോറൻസ് സീരീസ് പ്രിൻസിപ്പൽ പാർട്ട്. അപ്പോൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ്റെ അകത്ത് പ്രിൻസിപ്പൽ പാർട്ട് കാണുന്നുണ്ട് അല്ലേ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അടുത്ത ടേം എന്താ വരുന്നത് ജസ്റ്റ് ആലോചിച്ചാൽ മതി. അടുത്ത ടേം എന്താ വരും അവിടെ എക്സ്പാൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇതാ ഇവിടെ 1 ബൈ സെഡ് പ്ലസ് ഐ ഹോൾ റൈസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ. അപ്പോൾ 1 ബൈ 4 ഫാക്ടോറിയൽ മാറ്റി എടുത്ത് കഴിഞ്ഞാൽ 1 ബൈ സെഡ് പ്ലസ് ഐ ഹോൾ റൈസ് ടു 4 സ്ക്വയറും വെട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഇനി വരൽ 1 ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 1 ബൈ സെഡ് പ്ലസ് ഐ ഹോൾ സ്ക്വയർ, അടുത്തതിൽ ഹോൾ ക്യൂബ്, അടുത്തതിൽ ഹോൾ റൈസ് ടു 4, അടുത്തതിൽ 1 ബൈ സെഡ് പ്ലസ് ഐ ഹോൾ റൈസ് ടു 5. ഇങ്ങനെ സെഡ് പ്ലസ് ഐൻ്റെ ഡിനോമിനേറ്ററിൽ പവേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അല്ലേ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ എന്താ പറയുക ഇൻഫിനിറ്റായിട്ട് പ്രിൻസിപ്പൽ പാർട്ടിലെ ടേംസിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രിൻസിപ്പൽ പാർട്ടിൻ്റെ അകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടെങ്കിൽ, ഇൻഫൈനൈറ്റ് ടേംസ് ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ പാർട്ട് എല്ലാവരും വരികയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ആ പോയിൻറ്റിനെ നമ്മൾ എസെൻഷ്യൽ സിംഗുലാർ പോയിൻ്റ് എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ. അപ്പോൾ ഈ കേസിൽ സെഡ് ഈക്വൽ ടു മൈനസ് ഐ എന്ന് പറഞ്ഞത് എന്താണ്, ഈസ് ആൻ എസെൻഷ്യൽ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ് അല്ലെങ്കിൽ എസെൻഷ്യൽ സിംഗുലാർ പോയിൻ്റ്. റീസൺ മനസ്സിലായല്ലോ. ബിക്കോസ് ദി പ്രിൻസിപ്പൽ പാർട്ട് കണ്ടെയ്ൻസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ്. അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കുന്നതിനെ എസെൻഷ്യൽ സിംഗുലാർ പോയിൻ്റ് എന്ന് വിളിക്കാൻ കാരണം. ഈസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ 2 ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഒന്നാമത്തേതാണ് എഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ അല്ലേ. അപ്പോൾ ഇ റൈസ് ടു സെഡ് സ്ക്വയർ വന്നാലും ഇ റൈസ് ടു മൈനസ് സെഡ് സ്ക്വയർ വന്നാലും യു ഡോണ്ട് ഹാവ് ടു വറി. കാരണം എന്താ, ഇറ്റ് ഈസ് അനാലിറ്റിക്. കാരണം അവിടെ എവിടെയും നോട്ട് ഡിഫൈൻഡ് വരാനുള്ള സാധ്യതയില്ല. 1 ബൈ സെഡ് 1 ബൈ സെഡ് സ്ക്വയർ വന്നാലും ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ഇൻ്റെ പവറായിട്ട് ഇൻഫിനിറ്റി വന്നാൽ അത് വീണ്ടും നോട്ട് ഡിഫൈൻഡ് ആയിട്ട് പോകും. ഇവിടെ ഈ സെഡിന് നിങ്ങൾ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും അവിടെ ഓൾമോസ്റ്റ് ഒരു ഫൈനൈറ്റ് നമ്പറാണ് വരിക അല്ലേ. അവിടെ ഇൻഫിനിറ്റി ഒന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഫൈനാലിറ്റിസിറ്റിയിൽ പ്രശ്നം വരുന്നില്ല. പക്ഷേ താഴത്ത് സെഡ് സ്ക്വയർ അനാലിറ്റിക് ആണ്. പക്ഷേ ഇതൊരു റാഷണൽ ഫോം ആയതുകൊണ്ട് താഴെ 0 വരാൻ പറ്റില്ല. സോ ഹിയർ ഓൾസോ വി ക്യാൻ റൈറ്റ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് സെഡ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഐസൊലേറ്റഡ് സിംഗുലർ പോയിൻ്റ് ആയിട്ട് വരുന്നത് അഗെയിൻ 0 അല്ലേ. അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ കൊണ്ടെത്തിക്കേണ്ട എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണത്, സെഡ് നോട്ട് 0 ആണല്ലോ. ഇവിടെ സെഡ് നോട്ട് 0 ആയതുകൊണ്ട് സെഡ് മൈനസ് 0 എന്നാണ് സെഡ്. അപ്പോൾ സെഡിലുള്ള ലോറൻസ് സീരീസ് എക്സ്പാൻഷനിലേക്കാണ് നമ്മൾ ഇതിനെ കൊണ്ടെത്തിക്കേണ്ടത്. അത് ക്ലിയർ ആവുന്നില്ലേ പറഞ്ഞ പോയിൻറ്റ്?
ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിനി ലോറൻസ് സീരീസ് എക്സ്പാൻഷനിലേക്ക് കിടക്കാം. അപ്പോൾ എഫ് സെറ്റ് ഇസ് ഈക്വൽ ടു അപ്പോൾ എഫ് സെറ്റ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ. അപ്പോൾ നമ്മൾ പറയാനുള്ളത് പോലെ ഇവിടെ സെഡിൻ്റെ ടേംസിലാണ് നമുക്കിവിടെ എക്സ്പാൻഷൻ കൊണ്ടുവരാനുള്ളത് അല്ലേ? അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് സെഡോ സെഡ് സ്ക്വയറോ സെഡ് ക്യൂബോ സെഡിൻ്റെ ഏത് പവേഴ്സോ അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഫ്രീ ആയിട്ട് ഒക്കെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളതിനൊന്നും ചെയ്യണ്ട. നമുക്കവിടെ ഒരു ചേഞ്ച് കൊടുക്കാനില്ല. നമുക്ക് Z-1 Z-2 Z-5 വരുമ്പോൾ ഒരു ഓൾട്ടറേഷൻ വർക്ക് വരുന്നുള്ളൂ. ഇവിടെ അത് വരുന്നില്ല. അപ്പോൾ ഈ താഴെയുള്ള സെഡ് സ്ക്വയറിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. മുകളിലാണ് നമുക്ക് കാര്യമായിട്ട് ജോലി വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഇ റൈസ് ടു സെഡിൻ്റെ ഫോർമുല പാസ്സാക്കുക. വാട്ട് ഈസ് ഇ റൈസ് ടു സെഡ്? 1 പ്ലസ് സെഡ് എന്ന് പറഞ്ഞാൽ മൈനസ് സെഡ് സ്ക്വയർ ആണ് അല്ലേ? 1 പ്ലസ് സെഡ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് സെഡ് സ്ക്വയറിൻ്റെ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് മൈനസ് സെഡ് സ്ക്വയർ ഓൾ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര all divided by z square. Correct? That equal to 1 plus into minus goes to minus അല്ലേ? z square by 1 factorial. ഇത് സ്ക്വയർ ചെയ്യണം നമ്മൾ. അപ്പോൾ നെഗറ്റീവ് ഓൾറെഡി എന്താവും? പോസിറ്റീവ് ആകും. സെഡ് സ്ക്വയറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ z⁴ അല്ലേ? ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് ഈ അറിയാലോ നിങ്ങൾക്ക് നെഗറ്റീവ് ഓഡ് പവേഴ്സിലൊക്കെ നെഗറ്റീവും ഈവൺ പവേഴ്സിൽ ക്യാൻസൽ ആവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ മൈനസ് വൺസ് അഗെയിൻ സെഡ് സ്ക്വയറിൻ്റെ ക്യൂബ് എന്താണ്? z⁻⁶. പവറിൻ്റെ പവർ വരുമ്പോൾ രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ മതി. 2 × 3 2 × 2 ഓക്കെ പ്ലസ് എക്സെട്ര. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ഓൾ ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ. ഇതാണ് നമുക്ക് എക്സ്പാൻഷൻ വരുന്നത്. ഇനി സെഡ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1ൽ പ്രത്യേകിച്ച് ആരും കട്ട് ചെയ്യാല്ലാത്തതുകൊണ്ട് വി ക്യാൻ റൈറ്റ് 1 ബൈ സെഡ് സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയറും മുകളിലും താഴെയും ക്യാൻസൽ ചെയ്ത് പോകും. റിമൈനിങ് ഓൺലി 1 ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് സെഡ് സ്ക്വയറും വെട്ടിപ്പോയാൽ മുകളിൽ സെഡ് സ്ക്വയർ ബൈ താഴെ 2 ഫാക്ടോറിയൽ മൈനസ് സെഡ് സ്ക്വയറും വെട്ടിപ്പോയാൽ z⁴ അല്ലേ? പ്ലസ് എക്സെട്ര. അവിടെ നമ്മൾ 3 ഫാക്ടോറിയൽ ഇടാൻ വിട്ടുമില്ല. സോറി, ഇവിടെ 3 ഫാക്ടോറിയൽ ഉണ്ടാവും കേട്ടോ. ഈ സാധനം ഉണ്ടാവും ഇവിടെ. അപ്പോൾ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇതാണ് നമുക്ക് കിട്ടുന്ന ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ അല്ലേ? ഇനി നിങ്ങൾക്ക് ഉറപ്പിക്കാം. നമുക്ക് ഏകദേശം മനസ്സിലാവില്ല. ഒരു 2 3 4 ടേംസ് ചില ഒരു 5 6 ടേംസ് ഒക്കെ എഴുതും. നമുക്ക് അവർ കറക്റ്റ് കൺക്ലൂഷനിലെത്താൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ അടുത്തത് ഇനി എന്തായാലും ഇപ്പോൾ സെഡ് സ്ക്വയർ z⁴ മേ ബി z⁻⁶ z⁻�8 എന്ന് പറഞ്ഞിട്ട് സെഡിൻ്റെ പവേഴ്സ് കൂടി പോവുകയാണ് മുകളിൽ. പിന്നെ താഴെ റെസിപ്രോക്കൽ ഫോമിൽ വരുന്നത് 1 ബൈ സെഡ് സ്ക്വയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രിൻസിപ്പൽ പാർട്ട് ഉണ്ടോ എന്ന് വെച്ചാൽ യെസ് ഉണ്ട്. ഇതാണ് പ്രിൻസിപ്പൽ പാർട്ട്. ബാക്കി തൊട്ട് അനാലിറ്റിക് പാർട്ടാണ് അല്ലേ? അപ്പോൾ പ്രിൻസിപ്പൽ പാർട്ട് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും പോളാണ് നമ്മൾ കൊടുക്കുന്ന പേര്. ആ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റിന് നമ്മൾ വിളിക്കുന്ന പേര് പോൾ എന്നാണ്. ആ പോളിൻ്റെ ഓർഡർ എന്തെന്നുള്ളത് പറഞ്ഞാൽ കൺക്ലൂഷനായി. അപ്പോൾ ഇവിടുത്തെ എൻഡിങ് ടേം ഒറ്റ ടേമേ ഉള്ളൂ ഇവിടെ. അത് 1 ബൈ സെഡ് സ്ക്വയർ ആണ്. അപ്പോൾ സെഡ് എന്ന് പറയുന്ന z⁻0 എന്ന് പറയുന്ന സിംഗുലാർ പോയിന്റിന് ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റിയത് പോളിന് ഏത് ഓർഡറാണ്? ഓർഡർ 2. ബിക്കോസ് ദ എൻഡിങ് ടേം ഷോസ് എ പവർ 2 സ്ക്വയർ ആണ് അല്ലേ? ദെർഫോർ z⁻0 ഈസ് എ പോൾ ഓഫ് ഓർഡർ 2. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി ഇവിടെ 1 ബൈ സെഡ് ക്യൂബ് ആയിരുന്നെങ്കിൽ നമ്മൾ പോൾ ഓഫ് ഓർഡർ 3 എന്ന് പറയും. 1 ബൈ സെഡ് ആണെങ്കിൽ നമ്മൾ പോൾ ഓഫ് ഓർഡർ 1 അല്ലെങ്കിൽ സിമ്പിൾ പോൾ എന്ന് വിളിക്കും. ക്ലിയർ അല്ല? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ഇൻറ്റു സൈൻ ഓഫ് 1 ബൈ സെഡ് അല്ലേ? എഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ഇൻറ്റു സൈൻ ഓഫ് 1 ബൈ സെഡ്. ഇവിടെ ഇൻറ്റു ഫോമാണ്. സെഡ് അനാലിറ്റിക് ആണ്. സൈനും അനാലിറ്റിക് ആയതുകൊണ്ട് പ്രൊഡക്റ്റ് ഓഫ് അനാലിറ്റിക് ഫംഗ്ഷൻ എഗൈൻ അനാലിറ്റിക്. പക്ഷേ ഇത് സൈൻ സെഡ് അല്ല, സൈൻ ഓഫ് 1 ബൈ സെഡ് ആണ്. എപ്പോഴും റേഷണൽ ഫോം വരുമ്പോൾ ശ്രദ്ധിക്കണം. അതൊക്കെ അകത്തായാലും പുറത്തായാലും ശരി, അകത്ത് നോട്ട് ഡിഫൈൻഡ് വരരുത്. അപ്പോൾ സെഡ് 0 ആയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 1 ബൈ 0 നോട്ട് ഡിഫൈൻഡ്, സൈൻ ഓഫ് നോട്ട് ഡിഫൈൻഡ്, അഗെയിൻ നോട്ട് ഡിഫൈൻഡ്. വി കാൻ നോട്ട് പ്രെഡിക്റ്റ് ദ വാല്യൂ. അപ്പോൾ ഇവിടെ നോട്ട് ഡിഫൈൻഡ് വരുന്നത് എവിടെയാണ്? സെഡ് ഈക്വൽ ടു 0 എന്നുള്ള പോയിൻ്റാണ് അല്ലേ? സോ സെഡ് ഈക്വൽ ടു 0 is an isolated singular point.
ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ്. ഓക്കെ, ഇനി ഈ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ് പോളാണോ അതോ എസെൻഷ്യൽ ആണോ റിമൂവബിൾ ആണോ എന്നുള്ളത് നമുക്കിനി പ്രെഡിക്റ്റ് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് നമ്മൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷനിലേക്ക് പോകുന്നു. ഇവിടെ നമുക്ക് സെറ്റ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇസെറ്റിൻ്റെ പവേഴ്സിലുള്ള എക്സ്പാൻഷനിലേക്ക് കൊണ്ടുവന്നാൽ മതി അല്ലേ. സെറ്റ് ഈസ് ഓൾറെഡി ദർ, സോ നോ ചേഞ്ച്. ദെൻ റിമൈനിങ് സൈൻ വി നോ വാട്ട് ഈസ് സൈൻ സെറ്റ്. സെറ്റ് മൈനസ് സെറ്റ് മീൻസ് ഹിയർ 1/z, സെറ്റിൻ്റെ സ്ഥാനത്ത് 1/z. സെറ്റ് മൈനസ് സെറ്റ് ക്യൂബ്, ദറ്റ് ഈസ് 1/z cube 3 factorial plus z raised to 5 here 1/z all raised to 5 by 5 factorial minus etc. That equals z into 1/z minus അറിയാലോ ക്യൂബ് വരും അല്ലേ, താഴത്തേക്ക് വരും ചെയ്യും. അപ്പോൾ 1/3 ഫാക്ടോറിയലിൻ്റെ കൂടെ 1/z ക്യൂബ് ഇത് നേരെ താഴേക്ക് ഇറങ്ങും ചെയ്യും മൂപ്പര്, പ്ലസ് 1/5 ഫാക്ടോറിയലിൻ്റെ കൂടെ 1/z raised to 5 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇനി ഈ സെറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അൾട്ടിമേറ്റ് ആയിട്ട്. അപ്പോൾ സെറ്റ് ഇൻറ്റു 1/z എന്താവും 1 മൈനസ് നെക്സ്റ്റ് ഇതുകൊണ്ട് ഇതിനെ ഗുണിച്ചാലോ 1/3 ഫാക്ടോറിയൽ ഇൻറ്റു 1/z സ്ക്വയർ. ഒരു സെറ്റും വെട്ടിപ്പോകും, ബാക്കി താഴെ z സ്ക്വയർ വരും, പ്ലസ് 1/5 ഫാക്ടോറിയൽ ഇൻറ്റു 1/z raised to 4 മൈനസ് എക്സെട്ര. ഇങ്ങനെയാണ് നമ്മുടെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും 1 എന്നുള്ള ഈ ഒരു കോൺസ്റ്റൻറ്റേയും ഒഴികെ പിന്നൊക്കെ വരുന്നത് എന്താണ്, പ്രിൻസിപ്പൽ പാർട്ടിലെ ടേംസാണ്. 1/z സ്ക്വയർ 1/z ഈ റെസിപ്രോക്കൽ ഫോമിൽ z സ്ക്വയർ z ക്യൂബ് ഒക്കെ വരുമ്പോഴാണ് നമ്മളത് പ്രിൻസിപ്പൽ പാർട്ടായിട്ട് കൺക്ലൂഡ് ചെയ്യുക. അപ്പോൾ 1/z സ്ക്വയർ 1/z raised to 4 നെക്സ്റ്റ് ഓട്ടോമാറ്റിക്കലി 1/z raised to 6 1/z raised to 8 ഇങ്ങനെയാണ് ഈ ഫോമാറ്റ് പോകുന്നത്. അപ്പോൾ നമുക്ക് നിസ്സംശയം പറയാം ഇവിടെ പ്രിൻസിപ്പൽ പാർട്ട് കണ്ടെയ്ൻസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ്, ഇൻഫൈനിറ്റ്ലി മെനി ടേംസ്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് z ഈക്വൽ ടു 0 അല്ലേ, z ഈക്വൽ ടു 0. യെസ്, z ഈക്വൽ ടു 0 എന്താണ്, ഈസ് ആൻ എസെൻഷ്യൽ സിംഗുലാർ പോയിൻറ്റ്, ഈസ് ആൻ essential isolated singular point. ക്ലിയർ ആണോ? ഇതാണ് സിംഗുലാർ പോയിൻറ്റും അതിൻ്റെ 3 ക്ലാസിഫിക്കേഷനും വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇവിടെ നേരത്തെ ഫസ്റ്റ് കാണിച്ചുള്ളത് പോലെ പോളിൻ്റെ ഏതെല്ലാം 3 ടൈപ്പ് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻറ്റ്സ് നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലേ. അതേതൊക്കെയാണ്, പോളുണ്ട്, എസെൻഷ്യൽ ഉണ്ട്, റിമൂവബിൾ ഉണ്ട്. അപ്പോൾ പോളിന് ഒരു എക്സാമ്പിൾ, എസെൻഷ്യലിന് ഒരു എക്സാമ്പിൾ e⁻1/z, ദെൻ റിമൂവബിളിന് ഒരു എക്സാമ്പിൾ sin z/z. ഇത് 3 പഠിച്ചു വെക്കണം കേട്ടോ. ചിലപ്പോൾ എക്സാമ്പിൾ ചോദിക്കുക, ചിലപ്പോൾ ഡിഫൈൻ ചെയ്യാൻ പറയും. അപ്പോൾ ഇത് ഡെഫിനേഷൻ കാണാതെ പഠിക്കൊന്നും വേണ്ട, നിങ്ങളത് ആലോചിച്ച് വെച്ചാൽ മതി. എപ്പോഴാണ് നമ്മളതിനെ പോളെന്ന് വിളിക്കുന്നത്, പ്രിൻസിപ്പൽ പാർട്ടിൻ്റെ അകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളത് പോളെന്ന് വിളിക്കും ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻറ്റിനെ. ഓക്കെ അല്ലേ? അതേസമയം നമ്മുടെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ്റെ അകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ആണ് പ്രിൻസിപ്പൽ പാർട്ടിൻ്റെ അകത്ത് കാണപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെന്താ പറയും, ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ് ഒരു എസെൻഷ്യൽ സിംഗുലാർ പോയിൻ്റാണ് നമ്മൾ പറയും. അതേസമയം നമ്മുടെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ്റെ അകത്ത് പ്രിൻസിപ്പൽ പാർട്ട് കാണുന്നില്ലെങ്കിൽ നമ്മളെന്ത് വിളിക്കുക, റിമൂവബിൾ സിംഗുലാർ പോയിൻ്റ് എന്ന് പറയും. ഇതാണ് ഈ 3 കാറ്റഗറി പറഞ്ഞത്. ദെൻ നമ്മൾ എസെൻഷ്യൽ ഓക്കെ പഠിച്ചില്ല. ഇനി അടുത്തത് റെസിഡ്യൂ. നമ്മൾ ഒരു ടൈറ്റിൽ കൊടുത്തത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ, റെസിഡ്യൂ. അപ്പോൾ ഈ റെസിഡ്യൂ പറഞ്ഞെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നമ്മൾ പരിചയപ്പെടണം. റെസിഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ, ഒക്കെ നമ്മൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ 3 ക്ലാസിഫിക്കേഷൻ പറഞ്ഞത് അല്ലേ. അഥവാ ഈ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ്റെ അകത്ത് നമ്മൾ 1/z - z0 എന്ന് പറയുന്ന ഒരു ടേമിനെ കാണപ്പെടുകയാണ്. അപ്പോൾ z0 എന്നുള്ളത് ഒരു ജനറലൈസേഷനാണ്. ഏതാണോ സിംഗുലാർ പോയിൻ്റ് അത് ബേസ് ചെയ്തിട്ട് 0 ആണെങ്കിൽ 1/z, 1 ആണെങ്കിൽ 1/z - 1, -1 ആണെങ്കിൽ 1/z + 1, i ആണെങ്കിൽ 1/z - i. ഓക്കെ അല്ലേ, അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ. അപ്പോൾ 1/z - z0 എന്ന് പറയുന്ന ടേമിൻ്റെ കോയിഫിഷ്യൻ്റ് നോക്കുക. എന്താണ് കോയിഫിഷ്യൻ്റ്? അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് 1/z - z0 in the Lorentz series expansion of the given function about
ദാറ്റ് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ് സെറ്റ് നോട്ട്. ഓക്കെ അല്ലേ, ആ സിംഗുലാർ പോയിൻറ്റിൻ്റെ ബേസിൽ ലോറൻസ് സീരീസ് എക്സ്പാൻഷനിലേക്ക് നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 1/z-z0 എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോയിഫിഷ്യൻ്റ് വിളിക്കുന്ന പേരാണെന്ത്, റെസിഡ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെടുത്ത എക്സാമ്പിളിൽ ഇവിടെ റെസിഡ്യൂ ഇവിടെ റെസിഡ്യൂ ഏതാണ്, z=0 ആണ് ഇതിലെ സിംഗുലാർ പോയിൻ്റ് വരുന്നത്. ഈ സിംഗുലാർ പോയിൻ്റ് എസെൻഷ്യലാണ് നമുക്ക് കാണാൻ പറ്റിയ എസെൻഷ്യൽ ആണെങ്കിൽ പ്രിൻസിപ്പൽ പാർട്ട് ഉണ്ടല്ലോ, പ്രിൻസിപ്പൽ പാർട്ടിൽ 1/z-ൻ്റെ കോയിഫിഷ്യൻറ്റ് 1/z ഇവിടെ ഇല്ലല്ലോ, ആബ്സെൻ്റ് ആണ്. ആബ്സെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് കോയിഫിഷ്യൻറ്റ് ഈസ് റിഗാർഡഡ് ടു ബി 0. അപ്പോൾ ഈ കേസിൽ റെസിഡ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും ഇറ്റ് ഈസ് 0. അപ്പോൾ റെസിഡ്യൂ ഓഫ് ഫംഗ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യാം, റെസിഡ്യൂ ഓഫ് ഫംഗ്ഷൻ എബൌട്ട് z=0, ഇറ്റ് ഈസ് ഹിയർ 0. അപ്പോൾ എസെൻഷ്യൽ സിംഗുലാർ പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രിൻസിപ്പൽ പാർട്ട് കാണാൻ സാധിക്കും. ആ പ്രിൻസിപ്പൽ പാർട്ടിനെ 1/z-ൻ്റെ അതായത് 1/z-z0 ആണ് നമ്മൾ ബേസിക്കലി പറയാം. ഇവിടെ z0 പൂജ്യമായതിനാൽ 1/z-ൻ്റെ കോയിഫിഷ്യൻ്റ് നോക്കുക. കോയിഫിഷ്യൻ്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, 1/z-നെ കാണാൻ പറ്റുന്നില്ല, വിച്ച് മീൻസ് ദാറ്റ് കോയിഫിഷ്യൻ്റ് ഈസ് കൺസിഡർഡ് ടു ബി 0. അവിടെ റെസിഡ്യൂ നമ്മൾ 0 എന്ന് പറയും. അതിൻ്റെ തൊട്ട് മുന്നത്തെ എക്സാമ്പിളിൽ നമുക്ക് പോളാന്ന് കിട്ടിയിട്ടുണ്ട്. പോളാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അവിടെ സ്വാഭാവികമായിട്ടും പ്രിൻസിപ്പൽ പാർട്ട് ഉണ്ടാവും. ഇവിടെയും പ്രിൻസിപ്പൽ പാർട്ടിൽ 1/z ടേം ആബ്സെൻ്റ് ആണ് അല്ലേ, അപ്പോൾ ഇവിടെയും റെസിഡ്യൂ 0 ആണ്. ഇനി തൊട്ട് മുന്നത്തെ കേസിലാണെങ്കിലോ, ഈ കേസിൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ z+i² എന്നുള്ള ഇതിൻ്റെ അകത്ത് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ നോക്കുന്നുണ്ടെങ്കിൽ z=-i ആണ് ഇവിടുത്തെ സിംഗുലാർ പോയിൻ്റ്. ഈ സിംഗുലാർ പോയിൻറ്റിൽ കോയിഫിഷ്യൻ്റ് വരുന്ന എന്താണ്, 1/3 കണ്ടോ. അതായത് 1/z-z0 എന്ന് പറഞ്ഞാൽ ഈ കേസിലാരാ 1/z-i, ദാറ്റ് ഈസ് 1/z+i. ഓക്കെ അല്ലേ, 1/z+i 1/z+iയുടെ കോയിഫിഷ്യൻ്റായിട്ട് വരുന്നത് ആരാണ് ഇവിടെ 1/3 അഥവാ 1/6 അല്ലേ. അതാണ് ഈ പ്രോബ്ലത്തിൻ്റെ റെസിഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ ഈ ക്വസ്റ്റ്യൻ്റെ റെസിഡ്യൂ എന്താ വരിക, 1/z-π. ക്ലിയർ ആവുന്നില്ല പറഞ്ഞത്. അതിൻ്റെ കോയിഫിഷ്യൻ്റ് ഇവിടെ എന്താണ്, -1. അതിൻ്റെ കൂടെ നിൽക്കുന്ന കോൺസ്റ്റൻറ്റ് എന്നാണ് പറയുന്നത്, -1 റെസിഡ്യൂ ആണ് റെസിഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ. ഈ കേസ് നോക്കുക, ഇത് റിമൂവബിൾ സിംഗുലാർ പോയിൻറ്റിൻ്റെ നമ്മൾ ആദ്യം പറഞ്ഞ കേസാണ്. റിമൂവബിൾ സിംഗുലാർ പോയിൻ്റ് പ്രത്യേകത എന്താണ്, അവിടെ പ്രിൻസിപ്പൽ പാർട്ട് കാണാം അല്ലേ, ഇറ്റ് ഈസ് ആബ്സെൻ്റ് എന്നാണ് പറയുക. ലോറൻസ് സീരീസ് എക്സ്പാൻഷനിൽ പ്രിൻസിപ്പൽ പാർട്ട് ആബ്സെൻ്റ് ആയിരിക്കും. പ്രിൻസിപ്പൽ പാർട്ട് ആബ്സെൻ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ റെസിഡ്യൂ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. സോ റെസിഡ്യൂ ഈസ് ഓൾവേസ് 0 ഇഫ് ദ സിംഗുലാർ പോയിൻ്റ് ഈസ് എ റിമൂവബിൾ സിംഗുലാർ പോയിൻ്റ്. അപ്പോൾ റെസിഡ്യൂ എന്തായിരിക്കും അവിടെ 0 ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് റെസിഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ. ഇനി റെസിഡ്യൂ കാണാൻ നമുക്ക് ഫോർമുലാസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ എക്സ്പാൻഷൻ ബേസ് ചെയ്തിട്ടാണ്. എല്ലാ ക്വസ്റ്റ്യനും ലോറൻസ് സീരീസ് എക്സ്പാൻഷനിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി. പറ്റില്ല എന്നല്ല പറഞ്ഞത്, പക്ഷേ പ്രാക്ടിക്കലി അല്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ വിത്തൗട്ട് എക്സ്പാൻഷൻ കൂടാതെ തന്നെ നമുക്ക് ചില ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, അത് കണ്ടെത്താനുള്ള. അപ്പോൾ അതാണ് ഇനി അടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ്, z=z0 എന്നുള്ളത് ഒരു സിമ്പിൾ പോളാണെന്ന് വിചാരിക്കുക. അതായത് പോൾ ഓഫ് ഓർഡർ 1 അല്ലേ, അതിനെ നമ്മൾ സിമ്പിൾ പോൾ എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ വഴി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് റെസിഡ്യൂ കാണാൻ പറ്റും. ഓക്കെ അല്ലേ, നിർണ്ണയിക്കാൻ പറ്റും. പക്ഷേ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എല്ലാത്തിനും കൊണ്ടുവരാമെന്നുള്ളത് ഒരു ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് വിത്തൗട്ട് ഡൂയിങ് ദ എക്സ്പാൻഷൻ വി ആർ സിംപ്ലി ഫൈൻഡിങ് ബൈ യൂസിങ് ദ ഷോർട്ട് കട്ട് ആണ് പറയുന്നത്. അപ്പോൾ z=z0 ഈസ് എ പോൾ ഓഫ് ഓർഡർ 1. ദെൻ ഇൻ ദിസ് കേസ് റെസിഡ്യൂ fz at z=z0 is limit z tends to z0 z-z0 into f of z. ഓക്കെ അല്ലേ. അപ്പോൾ ഇതൊരു ഫോർമുലയാണ്. ഓക്കെ. അപ്പോൾ സിമ്പിൾ പോളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റെസിഡ്യൂ കണ്ടെത്താൻ എക്സ്പാൻഷൻ്റെ സഹായം ഇല്ലാതെ റെസിഡ്യൂ കണ്ടെത്താനാണ് കേട്ടോ നമുക്ക് ഈ റിസൾട്ട് ഉപയോഗിക്കാം. ഇനി നെക്സ്റ്റ്
അപ്പോൾ നിങ്ങൾ വിചാരിക്കും എക്സ്പാൻഷനിലൂടെ അല്ലേ നമ്മൾ ഈ ഓർഡർ എന്തൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യണമെന്നുള്ളത്. നമുക്ക് എക്സ്പാൻഷനിലേക്ക് കടക്കാതെ തന്നെ ക്വസ്റ്റ്യൻ്റെ നേച്ചർ നോക്കിയിട്ടും അത് പോളാണോ ഓർഡർ എന്താണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ, അല്ലെങ്കിൽ എസെൻഷ്യലാണോ എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ എക്സ്പാൻഷനിലേക്ക് ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എക്സ്പാൻഷനാണ് എല്ലാത്തിൻ്റെയും ഫൈനൽ, അത് കറക്റ്റാണ്. നമുക്ക് ഈവൻ റെസിഡ്യൂ വരെ എക്സ്പാൻഷൻ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എക്സ്പാൻഷൻ നമ്മൾ മുഴുമിക്കാതെ നമുക്ക് ഈ സാധനം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അത് ഏത് ടൈപ്പാണെന്ന് ഐഡൻറ്റിഫൈ പറ്റണം. ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ റെസിഡ്യൂ കാണാം എന്നാണ് ഈ നോട്ട്സ് പറയുന്നത്. സെക്കൻഡ്, ഇഫ് സെറ്റ് ഈക്വൽ ടു Z0 ഈസ് എ പോൾ ഓഫ് ഈസ് എ സിമ്പിൾ പോൾ. ഓക്കെ, ഈസ് എ പോൾ ഓഫ് ഓർഡർ 1, അല്ലെങ്കിൽ സിമ്പിൾ പോൾ എന്ന് പറയട്ടോ. ഈസ് എ പോൾ ഓഫ് order 1 and f of z is of the form sum h of z by g of z. നമ്മളെ എഫ് ഓഫ് സെറ്റിന് ഒരു എ ബൈ ബി ഫോം, റാഷണൽ ഫോമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾക്ക് Z0 എന്ന് പറയുന്ന ഒരു സിമ്പിൾ പോൾ കണ്ടെത്താൻ സാധിച്ചുവെങ്കിൽ ഈ കേസിൽ റെസിഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിഡ്യൂ ഓഫ് ദ ഫങ്ഷൻ സെറ്റ് ഈക്വൽ ടു Z0 ഈസ് h of Z0 by g dash of Z0. ഈ കേസിൽ വരുന്നത് എന്താണ്? h of Z0 by g dash of Z0 എന്നാണ്. തേർഡ് വരുന്നത് if z equal to Z0 is a pole of order m, ഒരു mth ഓർഡറിലുള്ളത്. ഇപ്പോൾ ഓർഡർ 1 തന്നെ ആയിക്കൊള്ളുന്നില്ല ക്വസ്റ്റ്യൻ, ഓർഡർ 2 വരാം, ഓർഡർ 3 വരാം, ഓർഡർ 4 ഒക്കെ വരാം. അപ്പോൾ ആ കേസിൽ റെസിഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിഡ്യൂ ഓഫ് ദ ഫങ്ഷൻ z ഈക്വൽ ടു Z0 ഈക്വൽസ് 1 by m-1 factorial limit z tends to Z0 of dm-1 by dz m-1, that is m-1th derivative of z minus Z0 whole raised to m into fz. അപ്പോൾ ചില കേസിലൊക്കെ നമുക്ക് എക്സ്പാൻഷൻ സിമ്പിളാണെന്നുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾ റെസിഡ്യൂ കാണുന്നതായിരിക്കും കേട്ടോ നല്ലത്. നമുക്ക് ചിലത് കോംപ്ലിക്കേഷനും എക്സ്പാൻഷൻ ബുദ്ധിമുട്ടും വരുന്നതുണ്ടാവും ഫുള്ള് ചെയ്യാനൊക്കെ. അങ്ങനത്തേലൊക്കെ ഫോർമുല ഉപയോഗിച്ചാൽ മതി. എല്ലാത്തിനൊക്കെ ബെറ്റർ ഞാൻ ഉദ്ദേശിക്കുന്നത് എക്സ്പാൻഷൻ തന്നെയാണ്. പക്ഷെ അതെല്ലാ കേസിലും നമുക്ക് സക്സസ് ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഓർഡർ എം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓർഡർ 2 വരെ, ഓർഡർ 3 വരെ, ഓർഡർ 4 ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്താൽ മതി. ഓർഡർ 1 ആണെങ്കിൽ ജസ്റ്റ് ലിമിറ്റ് കണ്ടാൽ മതി. ഓക്കെ അല്ലേ, അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ സിമ്പിൾ പോളിൻ്റെ 2 കേസ് പറഞ്ഞു, പോൾ ഓഫ് ഓർഡർ എം പറഞ്ഞു. ഇനി നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? എസെൻഷ്യൽ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ് ആണെങ്കിൽ അവിടെ പ്രിൻസിപ്പൽ പാർട്ട് ഉണ്ടാവില്ല, അത് നമുക്കറിയാം. അപ്പോൾ ആ കേസിൽ റിമൂവബിൾ സിംഗുലാർ പോയിൻ്റ് ആണെങ്കിൽ നമുക്കറിയാം അവിടെ എന്തുണ്ടാവില്ല എന്നുള്ളത്, പ്രിൻസിപ്പൽ പാർട്ട് ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ റിമൂവബിൾ സിംഗുലാർ പോയിൻ്റ് ആണ് Z0 എങ്കിൽ അവിടെ റെസിഡ്യൽ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി അതേപോലെ എസെൻഷ്യൽ സിംഗുലാർ പോയിൻ്റ് കേസ് വരാമെന്നുണ്ടെങ്കിൽ ദ റെസിഡ്യൂ ഓഫ് ആൻ എസെൻഷ്യൽ, അല്ലെങ്കിൽ വേണ്ട, ഇഫ് Z equal to Z0 ഈസ് ആൻ എസെൻഷ്യൽ സിംഗുലാർ പോയിൻ്റ്, എസെൻഷ്യൽ സിംഗുലാർ പോയിൻ്റ് അല്ലെങ്കിൽ എസെൻഷ്യൽ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ്, isolated singular point, then the residue of fz at z equal to Z0 equal to coefficient of 1 by, അതായത് സാധനം എസെൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ അത് ലോറൻസ് സീരീസ് എക്സ്പാൻഡ് ചെയ്തിട്ട് തന്നെ നോക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് നമുക്ക് ആ 1 by z minus Z0ൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ Z0 എന്ന് പറഞ്ഞത് എസെൻഷ്യൽ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ വഴി അതിൻ്റെ റെസിഡ്യൂ എന്താണെന്നുള്ളത് നോക്കുക. ഇനി നേരത്തെ പറഞ്ഞ മാതിരി Z0 ഒരു റിമൂവബിൾ സിംഗുലാർ പോയിൻ്റ് എന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? റിമൂവബിൾ ആണെങ്കിൽ റെസിഡ്യൂ എന്തായിരിക്കും? റെസിഡ്യൂ ഓഫ് fz at z equal to Z0 is always 0. ഓക്കെ അല്ലേ?
അപ്പോൾ ഇത്രയും പോയിൻ്റ് ഓർത്തിരിക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടും കൂടെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഓക്കെ, അതേപോലെ ഇത് എസെൻഷ്യൽ ആകുമ്പോൾ റിമൂവബിൾ ആകുമ്പോൾ അവിടെ പിന്നെ റെസിഡ്യൂ 0 എല്ലാ ഇക്വേഷനും വരും. ക്ലിയർ? ഇനി നമുക്ക് റെസിഡ്യൂ കാണാനുള്ള 1-2 ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. ഓക്കെ.